guys, welcome back to my channel. Hi Bara. Hi Bara. Hi Bara. So today ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീടും ഞങ്ങളുടെ ബിസിനസ് ഒക്കെയാണ്. അപ്പോൾ ഹോം ടൂർ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാത്തിനുള്ള ടൈം കിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മുടെ വീടും നമ്മുടെ ബിസിനസ്, നമ്മുടെ സൈക്കിൾ ഷോപ്പാണ് നമുക്ക് ബിസിനസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം വെൽക്കം എന്നാ വെൽക്കം. അപ്പോൾ എൻ്റെ വീട് വന്നിട്ട് കാഞ്ഞിരപ്പള്ളിയിലാണോ, കാഞ്ഞിരപ്പള്ളി 1-ാം മൈലിലാണ് വീട് വന്നിട്ട്. ഐഷാപ്പള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയിട്ടൊരു മോസ്കാണ്. ആ മോസ്കിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഷോപ്പും വീടും വരുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇതാണ് വീട്. വീട് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല, കാരണം കുറച്ചിങ്ങനെ അകത്തോട്ടാണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ഫ്രണ്ടിൽ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഓഫീസ് സ്പേസ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതാണ് വീട് വന്നിട്ട്. അപ്പോൾ ഹോം ടൂർ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ഷോപ്പൊക്കെയാണ് കാണിച്ചു തരാൻ പോയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ടോണി ആൻഡ് ഗായ് ഇപ്പോൾ ഉണ്ട്. ഹായ് പറ. അപ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ ഇങ്ങനെ ബോക്സിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ഈ സൈക്കിളൊക്കെ ഇങ്ങനെ കണ്ട സ്പെയർ പാർട്സ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന എന്തോ, ഇപ്പോൾ ബേബി സൈക്കിളാണ് പുള്ളി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഷ് പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഷട്ടറാണ് ഉള്ളത് സൈക്കിളിൻ്റെ. ഇവിടെ എല്ലാ ടൈപ്പ് സൈക്കിളും ഉണ്ടോ, നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ബോക്സിലായിട്ടാണ് സൈക്കിളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനൊക്കെ സൈക്കിൾ എടുക്കാവുന്നതാണ്. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് പോയി ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മെയിൻ ഷോപ്പുണ്ട്. നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ 2 ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്കൊക്കെ ഇവിടെ നിന്നാണ് സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2-3 സ്റ്റാഫ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേര് ഇപ്പോൾ നാട്ടിൽ പോയിട്ടോ, അതാണ് ഒരാളുള്ളത്. അപ്പോൾ ഇവിടെ നിറഞ്ഞിങ്ങനെ സൈക്കിൾസ് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ 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 മാത്രമല്ല കേട്ടോ, നമുക്കിനി ഉള്ളിലോട്ടും ഉണ്ട് സൈക്കിൾസ്. നമ്മുടെ ഗോണ്ടോഡ് ഇവിടെ അകത്താണ് കേട്ടോ വരുന്നത്. ഇവിടെയാണ് നിറഞ്ഞ് നമ്മുടെ സൈക്കിൾ ഇങ്ങനെ ബോക്സ് ആയിട്ട്, ഇപ്പോൾ ബോക്സിനകത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ കയറ്റി വയ്ക്കും. ഇവിടെ നിന്നാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. വിച്ചുവിന് ഭാഗ്യമാണ്, എപ്പോൾ വന്നാലും സൈക്കിള് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ട് അവിടെ നിന്ന് കളിക്കും, ഇവിടെ തിരിച്ചു കൊണ്ടുവയ്ക്കും. സൈക്കിൾ വേണം? ഈ സൈക്കിളോ? ഈ സൈക്കിളൊന്നും ഇല്ല. ഇവര് ഓരോ പ്രാവശ്യം വരും, ഓരോ സൈക്കിൾ ഇഷ്ടമുള്ള എടുക്കുക, വീട്ടിൽ കൊണ്ടുവയ്ക്കുക, ഓടിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സൈക്കിൾ ഷോപ്പ് കേട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. പാപ്പാ, ഇനി ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ശരിക്കും വീടല്ല കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ ഐ മീൻ ഫ്ലാറ്റ് ആണ് ഞങ്ങളുടേത്. 4 നിലയുള്ളൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു 2 ഫ്ലോർ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട് സൈഡിലോട്ട് ചേർത്ത്, ഇത് രണ്ടും ഒറ്റ ബിൽഡിംഗ് അല്ല, രണ്ടും 2 ബിൽഡിംഗ് ആണ്. ബാ കുറച്ച് ലോങ് വ്യൂ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ ഒരു ഫ്ലെക്സ് ഉള്ളത് കൊണ്ടേ നമ്മുടെ വീട് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് ഉണ്ട്, കണ്ടോ? ഈ ഫ്ലെക്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ വീട് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പം കണ്ട ഞങ്ങളുടെ വീടൊന്ന്, പിന്നെ മുകളിലേക്ക് 2 ഫ്ലോർ കൂടിയാണ് ഉള്ളത്. പക്ഷെ ഇത് ശരിക്കും മൊത്തം 3 ഫ്ലോർ അല്ല. അടിയിൽ നമുക്കൊരു ഫ്ലോർ ഉണ്ട്, ഗ്രൗണ്ടിൽ നമുക്കൊരു ഫ്ലോർ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സൈക്കിൾ ഹാങ് ചെയ്തിട്ടേക്കുന്നു കേട്ടോ. അതാണ് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മൾ താഴേക്ക് ഒരു ഫ്ലോർ ഉണ്ട് നമുക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെയും കുറേ സൈക്കിൾ, നമ്മുടെ സെക്കൻഡ് സൈക്കിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 വീടാണ് കേട്ടോ. നമ്മൾ റെന്റലിനൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു 2 വീട്ടിലൊക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെ സ്റ്റാഫൊക്കെ താമസിക്കുന്നതാണ്. നമ്മുടെ സ്റ്റാഫൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ താമസിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്കൊരു വീടുണ്ട്. ഇതിനകത്ത് 2 BHK കേട്ടോ. 2 ബെഡ്റൂം 2 ബാത്റൂം ഹോളോ കിച്ചൺ സെറ്റ് ഔട്ട്, അങ്ങനെ ഫുൾ സെറ്റപ്പ് ആണോ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ അപ്പടെ കൃഷിയൊക്കെ ഉണ്ട്. കോവയ്ക്ക, വേറെന്തായിരുന്നു, പപ്പായൊക്കെ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നില്ല. കുറേ പപ്പായൊക്കെ ഉണ്ട്. ചെറിയ അമ്മയപ്പം കൂടെ കുറച്ച് കൃഷിയൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോൾ ഇത് മൊത്തം നമ്മുടെ വീടാണ് കേട്ടോ.
ഇതാണ് വീട്. ഇതിൻ്റെ മുകളിൽ 2 ഫ്ലോറുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. കൃഷി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ബാ, നമ്മുടെ മുകളിലത്തൊക്കെ ഫ്ലോർ കാണാം. അപ്പം ഇതിൻ്റെ നമ്മുടെ സൈഡിൽ കൂടി ഇത് നമ്മൾക്ക് കാണാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് വിസിബിൾ അല്ല ഈ സ്റ്റെപ്പൊക്കെ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ നമുക്ക് 3 വീടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ റെന്റ് കൊടുത്തേക്കോട്ടോ. പിന്നെ അതുവഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ഉണ്ട് ഒരു ഫ്ലോർ ഉണ്ട്. പിന്നെ ഈ ഷോപ്പിൻ്റെ മുകളിൽ ഒരു ഫ്ലോറും കൂടി ഉള്ളത്, മൊത്തം 2 ഫ്ലോറാണുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സൈക്ലിംഗ് ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ താഴെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെയാണ് ഇട്ടുകൊണ്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മണ്ടയിൽ കയറുവാണെങ്കിൽ നമുക്ക് ടെറസ് ഉണ്ട്, അതും കൂടെ കയറാം. ബാ. പിന്നെ ഇവിടെയും നമ്മൾ ബോക്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു വീടുണ്ട്, മൊത്തം 3, എല്ലാ ഫ്ലോറിലും 3 വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് മാത്രം ഇവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ പണിക്കാർക്ക് കൊടുത്തേക്കും കേട്ടോ. ഒരു ഡിസൈനർ ബൊട്ടീക്കിൻ്റെ വർക്കേഴ്സാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇതാ നമ്മുടെ താഴെ ചെറിയൊരു തോടുണ്ടെന്ന്. ഇതാണ് നമ്മുടെ തോട് വന്നിട്ട്. ഇവിടെ നമ്മുടെ കൃഷിയൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മൊത്തം കാടുണ്ട്. അപ്പുറത്തെ സൈഡിലെ കാടൊക്കെ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് നിറഞ്ഞ് നമ്മുടെ ഇവിടെ മൊത്തം കാടായി കിടക്കുക. ഇത് നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയും നമുക്ക് 2 വീടുണ്ട് കേട്ടോ. നമുക്ക് 2 വീടുണ്ട്. ഇത് ഇത് നമുക്ക് ടെറസിന്റെ മണ്ടയിൽ കയറാം. ഇതാണ് നമ്മുടെ ടോപ്പ്. അവിടെ നോക്കിയാൽ ടോണി ആൻഡ് ഗൈ കാണാം. ഇവിടെ അടിപൊളി വീട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ ഇത് നമ്മുടെ വാട്ടർ ടാങ്ക്. ഇവിടെയൊക്കെ നേരത്തെ കൃഷിയൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ നടത്തുന്നത്. പക്ഷെ അമ്മച്ചിക്ക് അപ്പോൾ എപ്പോഴും ഇങ്ങനെ മുകളിൽ കയറി വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. ഈ ചട്ടികളിൽ അവിടെ ഇവിടെ ഒക്കെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നിർത്തി. പക്ഷെ കയറി വന്നാൽ ഭയങ്കര മെനക്കേടാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടേ ഡെയിലി കയറി വരണമല്ലോ. അപ്പം അമ്മച്ചിക്ക് അപ്പോൾ കാലുവേനൊക്കെ ആയിട്ട് പിന്നെ നിർത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൽ നിന്നുള്ള ടോപ്പ് ടെറസിൽ നിന്നുള്ള വ്യൂ. ഇങ്ങോട്ട് വാ. അത്രേ ഉള്ളൂ വ്യൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. ഈ ഒരു മോസ്ക് കണ്ടോ? ഈ ഒരു മോസ്കാണ് ഐഷ പള്ളി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മോസ്കിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട് വരുന്നത്. ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് നമുക്ക് 2-3 വീടുണ്ട് കേട്ടോ. നമുക്ക് സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. എല്ലായിടും നമ്മളിങ്ങനെ ബോക്സ് വെച്ചേക്കുവാണ്. കാരണം നമുക്ക് ബോക്സ് വയ്ക്കാൻ വേറെ സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെയാണ് ഗോഡൗണിൽ കൊണ്ടിടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വീടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വീടും കൂടെ ഉണ്ട്. ഇതെല്ലാം ഫുള്ളി ഒക്യുപ്പൈഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തോട്ടിലേക്ക് പോകുന്ന സ്ഥലം. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഷോപ്പ്. ബാ. നമ്മുടെ ഓപ്പോസിറ്റ് സൈക്കിളിൻ്റെ വ്യൂ. ഷോപ്പിൻ്റെ പുതുപ്പറമ്പിൽ സൈക്കിൾസ് എന്നാണ് നമ്മൾ സൈക്കിൾ ഷോപ്പിൻ്റെ നെയിം വന്നിട്ട്. എല്ലാ സൈക്കിൾസ് നമ്മൾ സൈക്കിളിൻ്റെ ബോർഡ് വെച്ചിട്ടേക്കടെ. ഇവിടെയും 2 ഫ്ലോർ നമ്മുടെ സൈഡിലൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീടുണ്ടെന്ന് പോലും കാണത്തില്ല, കാരണം സൈഡിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് സൈഡ് അപ്പുറത്തെ സൈഡിൽ വരുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലെക്സ് കാരണം നമ്മുടെ വീട് കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തം നമ്മുടെ സൈക്കിൾ ഷോപ്പ് വന്നിട്ട് ഫസ്റ്റ്. ഇനി ബാക്കിയുള്ള നമ്മുടെ ടൗണിലാണ് കേട്ടോ. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 വ്ളോഗിൽ ജസ്റ്റ് നമ്മുടെ ഷോപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്കി 2 ഷോപ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടൗണിലാണ് ഷോപ്പ് ഉള്ളത്. അപ്പം അവിടെ പോയി എടുക്കണം. ഇപ്പോൾ ഓൾറെഡി വൈകുന്നേരമായി 6 o'clock ആയി. ഇനിയിപ്പോൾ പോയി എടുക്കലും മെനക്കേടാണ്. അപ്പം നാളെ പോയിട്ടാണ് ഞാൻ ഇനി സെക്കൻഡ് അവിടുത്തെ ഷോപ്പും നമ്മുടെ അതുപോലെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന അടുത്ത വ്ളോഗിൽ കവർ ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിപ്പോകും. അപ്പോൾ വിഷു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ. ലൈക്ക് ചെയ്യണം, ലൈക്ക്
share, subscribe. What is your name? Michu. What is your name? Michu. What is your amma's name? Fatima എന്ന് പറ. അവന് ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ ഓടി കളിക്കാനായിട്ട്. നമ്മുടെ ഫ്ലാറ്റിലാണെങ്കിൽ ഇത്ര സ്പേസ് വെളിയിലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് കളിക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.